நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പദ്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാൻമുഖൻ വിഷ്ണുവും തേടിയും കാണുവാൻ ആവാത്തതാം നാഥൻ പാദം അല്പനാം എന്നെ അനുഗ്രഹിച്ചിടുവാൻ അശ്വത്തിലേറെ വന്നെന്ന പോലും പക്വമായുള്ളവർക്ക് ഇനി പിറപ്പില്ലാതെ അനുഗ്രഹിക്കുന്നതിൻ്റെ വൈഭവം ഉത്തര കോശമങ്കാപുരിയെ തൻ്റെ പത്തനമാക്കി ചമച്ച വീറും അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നോക്കൂ, നാൻമുഖനും വിഷ്ണുവും തേടിയിട്ടും അങ്ങയുടെ ആദ്യവും അന്തവും കാണാൻ പറ്റാത്ത നാഥനെ ഞാനിതാ വണങ്ങുന്നു. അപ്പോൾ പരമശിവൻ്റെ ആദിയും അന്തവും ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നാൻമുഖനും അതേപോലെ തന്നെ വിഷ്ണുവും പരസ്പരം മത്സരിച്ച് ശ്രമിച്ചിട്ടും പറ്റാതെ വന്നു. അങ്ങനെ ആദിമധ്യാന്തങ്ങൾ ബ്രഹ്മാവിനോ വിഷ്ണുവിനോ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ആദിമധ്യാന്തഹീനനായ ഭഗവാനെ ഞാനിതാ തൊഴുന്നു. പിന്നെയോ, അല്പനാം എന്നെ അനുഗ്രഹിച്ചിടുവാൻ അശ്വത്തിലേറി വന്നെന്ന ചേലും അല്പനായ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിസാരനായ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി അശ്വത്തിൻ്റെ മുകളിലേറി എൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്ന അല്ലയോ ഭഗവാൻ, അങ്ങനെ എന്നെ അനുഗ്രഹിച്ച ഭഗവാനെ, അപ്പോൾ അല്പനായ എന്നെപ്പോലും അനുഗ്രഹിച്ച ഭഗവാനെ, പിന്നെ പക്വരായുള്ളവർക്ക് ഇനി പിറപ്പില്ലാതെ അനുഗ്രഹിക്കുന്നതിൻ്റെ വൈഭവം, പക്വരായിട്ടുള്ള പാകം വന്നിട്ടുള്ളവർ, അതായത് സാത്വിക മനസ്സും അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ശിവഭക്തിയും നിറഞ്ഞ മനുഷ്യർക്കെല്ലാം തന്നെ പിറപ്പില്ലാതാക്കിയവൻ, ജനിമൃതികളില്ലാതാക്കി തീർത്തവൻ, എന്നേക്കുമായി ജന്മപാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച അല്ലയോ ഭഗവാൻ. അപ്പോൾ പക്വരായിട്ടുള്ളവർ, പാകം വന്നവർ, അതായത് അങ്ങേറ്റത്തെ ഭക്തിയുടെ ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്നവർ, ജ്ഞാനത്തിൻ്റെ ഉന്നത തലത്തിൽ എത്തിച്ചേർന്നവർ, അങ്ങനെയുള്ളവരെ അങ്ങ് പിറപ്പിൽ നിന്ന് രക്ഷിച്ചു. ഇനി ഒരു ജന്മമില്ലാത്ത വിധം മോക്ഷസുഖത്തിൽ കൊണ്ടെത്തിച്ചു. പിന്നെയോ, ഉത്തരകോശമങ്കാപുരിയിലെ അല്ലയോ അധിനായക, അവിടുത്തെ പരമദൈവമേ, ആ പുരിയെ കാത്തുരക്ഷിക്കുന്ന അല്ലയോ ഉത്തരകോശമങ്കാപുരിയെ കാത്തുരക്ഷിക്കുന്ന അല്ലയോ വീര്യമുള്ള ഭഗവാനെ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണം. അപ്പോൾ അങ്ങ് എല്ലാ ഭക്തന്മാർക്കും, പക്വരായ എല്ലാ ഭക്തന്മാർക്കും ജനനമൃതികളിൽ നിന്ന് പരിപൂർണമായി മോചനം നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ, അത്രയൊന്നും പക്വതയില്ലാത്ത അല്പനായ നിസാരനായ എനിക്ക് പോലും അങ്ങ് നേരിട്ട് വന്ന് ദർശനം നൽകിയ ആ മഹാപുണ്യത്തെ ഞാനിതാ ഓർക്കുന്നു. നോക്കൂ, ഇനി അടുത്ത ഭാഗം. കാരണകർത്താക്കളാകും ഈശന്മാർക്ക് കാരുണ്യമോടധികാരമേകും ശ്രീ മഹാദേവൻ്റെ നാമത്തെ തന്നെ നാമമായി തീർത്തതും എത്ര ചന്തം. അപ്പോൾ ശ്രീ മഹാദേവന്മാരുടെ അനേകമനേകം ദേവതകൾക്ക് അവരുടെ ശക്തി
ഭഗവാന്റെ ശക്തി അവർക്ക് നൽകി അവരുടെ ശക്തിയാക്കി മാറ്റിയ അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ അനേകം ദേവതമാർക്കും ദേവന്മാർക്കും എല്ലാം തന്നെ ശക്തി നൽകിയത് അല്ലയോ ഭഗവാൻ അങ്ങയുടെ തിരുനാമമത്രേ. പിന്നെ നോക്കൂ, എന്നഭിമാനമകറ്റി രക്ഷിക്കാൻ അരുൾമലയിൽ നീ വസിക്കയില്ലേ. എൻ്റെ അഭിമാനത്തെ പൂർണ്ണമായും നശിപ്പിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ലയോ ഭഗവാൻ അവിടുന്ന് അരുളാകുന്ന മലയിൽ, അനുഗ്രഹമലയിൽ അങ്ങ് വസിക്കയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അരുൾമലയിൽ നീ വസിക്കയില്ലേ. എൻ്റെ അഭിമാനമകറ്റി, എൻ്റെ ഉള്ളിലെ അഭിമാനബോധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി, എൻ്റെ മനസ്സിലെ ഇരുട്ടിനെ, മലങ്ങളെ മുഴുവനും ഇല്ലാതാക്കി, എൻ്റെ മനസ്സിലെ മലത്തെ പരിപൂർണമായി നശിപ്പിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി അരുൾമലയിൽ വസിക്കുന്ന അല്ലയോ ഭഗവാനെ. അരുൾ എന്ന് വെച്ചാൽ അനുഗ്രഹം എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ആ മലയിൽ അങ്ങ് വസിക്കുന്നവനല്ലേ. അപ്പോൾ ഇവിടെ മാണിക്യവാചകസ്വാമി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സ് അഭിമാനബോധം കൊണ്ട് നിറഞ്ഞതാണ്, എൻ്റെ മനസ്സ് ആണവമലം കൊണ്ട് നിറഞ്ഞതാണ്, അഹംഭാവം കൊണ്ട് നിറഞ്ഞതാണ്. ഈ അഹംഭാവത്തെ, ഈ ഞാനെന്ന ഭാവത്തെ അല്ലയോ ഭഗവാൻ അവിടുന്ന് പൂർണ്ണമായും ഇല്ലാതാക്കി എന്നിൽ അനുഗ്രഹം വർഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും നമ്മുടെ മനസ്സിലുള്ള അഭിമാനബോധത്തെ പൂർണ്ണമായും വേരെറുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എത്ര കണ്ട് സാധനാസമ്പത്തി ഉണ്ടെങ്കിലും ആ സാധനകൾ കൊണ്ടെല്ലാം പ്രയോജനം കിട്ടണമെങ്കിൽ ശിവൻ്റെ അനുഗ്രഹം, ശിവൻ്റെ അരുൾ വേണം. ശിവൻ്റെ അരുളില്ല എങ്കിൽ ഒന്നും നടക്കില്ല. അങ്ങനെ അരുൾമലയിൽ വസിക്കുന്നവനാണ് ശിവൻ. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന, അങ്ങേറ്റത്തെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന, അഭിമാനബോധത്തെ അകറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്ന, അഹങ്കാരബോധത്തെ ഇല്ലാതാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാർത്ഥ സാധകന്മാരെയും അനുഗ്രഹിക്കാൻ വേണ്ടി അരുൾമലയിലാണ് അങ്ങ് വസിക്കുന്നത്. അതായത് അങ്ങ് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ അവിടുന്ന് എൻ്റെ അഭിമാനബോധത്തെ, എൻ്റെ ഹൃദയത്തിലെ അജ്ഞാനത്തെ പരിപൂർണമായി ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതേ പ്രാർത്ഥന തന്നെയാണ് ശിവാനന്ദ ലഹരിയിൽ ശങ്കര ഭഗവത്പാദർ 58ാമത്തെ ശ്ലോകത്തിൽ പാടുന്നത്. ഏകോ വാരിജ ബാന്ധവ ക്ഷിതിനഭോ വ്യാപ്തം തമോമണ്ഡലം ഭിത്വാ ലോചനഗോചരോപി ഭവതിത്വം സൂര്യകോടിപ്രഭാവേദ്യകിം ന പവസ്യോഃ ഘനതരം കീദ്യഗദ്ഭവേത്മത്തമ സത്സർവം വ്യാപനീയമേ പശുപതേ സാക്ഷാൽ പ്രസന്നോ ഭവ എന്നാണ് ശങ്കര ഭഗവത്പാദർ ശിവാനന്ദ ലഹരിയിൽ പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം കൂടെ നമുക്ക് നോക്കാം. ഭഗവാനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കതിന് ഉത്തരം കിട്ടി. എന്താണത്? മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഹംഭാവത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും കൂരിരുട്ട് അത്രയ്ക്ക് നിബിഡമായതുകൊണ്ട് ആണ് എനിക്ക് അങ്ങയെ കാണാൻ കഴിയാത്തത്. കണ്ടോ, എൻ്റെ മനസ്സിൽ ശങ്കര ഭഗവത്പാദർ പറയണ, എൻ്റെ മനസ്സിൽ അജ്ഞാനത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും കൂരിരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അജ്ഞാനത്തിൻ്റെ കൂരിരുട്ട് അത്രയ്ക്ക് നിബിഡമായതുകൊണ്ടാണ് അല്ലയോ ഭഗവാൻ എനിക്ക് അങ്ങയെ കാണാൻ കഴിയാതിരിക്കുന്നത്. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉള്ളിലുള്ള അജ്ഞാനത്തെയും അഹംഭാവത്തെയും അങ്ങ് നശിപ്പിച്ചാലും. അതുകൊണ്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം, അല്ലയോ ഭഗവാൻ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും എൻ്റെ ഈ
അഭിമാനബോധത്തെ, എൻ്റെ ഉള്ളിലുള്ള ആ അഭിമാനബോധത്തെയും അതേപോലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെയും മാറ്റാൻ അങ്ങക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതുകൊണ്ടല്ലയോ ഭഗവാനെ, അങ്ങ് ഈ അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കണം. അതിന് പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ശങ്കരഭഗവത്പാദർ പറയുകയാണ്, ഭക്തി കൊണ്ട് ആ ഉയർന്ന തലത്തിൽ എത്തിച്ചേർന്ന ശങ്കരഭഗവത്പാദർ പോലും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സിലെ അജ്ഞാനത്തെയും അഹംഭാവത്തെയും പരിപൂർണമായി അങ്ങ് ഇല്ലാതാക്കി, ആ ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ശിവപ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പറയണം. ഇവിടെ ഭഗവാൻ ശങ്കരഭഗവത്പാദർ പറയണം, അഹോ എൻ്റെ അജ്ഞാനമാകുന്ന ഇരുട്ട് എത്ര കടുത്തതാണ്. അഹോ എന്ന പദം തന്നെ അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഭൂമിയെയും ആകാശത്തെയും ആകെ ആവരണം ചെയ്യുന്ന കൂരിട്ടിനെ നശിപ്പിക്കാൻ ഒരൊറ്റ സൂര്യൻ്റെ പ്രകാശത്തിന് ഒരു പ്രയാസവുമില്ല. കോടി സൂര്യന്മാരുടെ പ്രകാശമുള്ള ഭഗവാൻ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിലും അത് തനിക്ക് അറിയാൻ കഴിയാത്തത് എന്ത് എന്നാലോചിച്ചപ്പോൾ കാരണമോഹിച്ചു. എൻ്റെ മനസ്സിനെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞതയുടെയും അഹംഭാവത്തിൻ്റെയും കടുപ്പം കോടി സൂര്യപ്രകാശമുള്ള ഭഗവാനെ മറയ്ക്കാൻ തക്കവണ്ണമുള്ളതാണ്. ആ അജ്ഞാന അന്ധകാരത്തെ ഭേദിക്കാൻ ഭഗവാന്റെ ദീപ്തിക്ക് കഴിയാത്തതല്ല, അതിനു വേണ്ട കാഴ്ചശക്തി തൻ്റെ കണ്ണിന് ഇല്ലാത്തതാണ് എന്ന ഉണ്മ ഭക്തന് ഇവിടെ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അജ്ഞാനത്തിൻ്റെ കടുത്ത അന്ധകാരം തുടച്ചു നീക്കുവാൻ വ്യക്തിപരമായി എനിക്ക് കഴിയില്ല. വിഭുവായ ഭഗവാന് അത് നിഷ്പ്രയാസമാണ്. ഭഗവാൻ എന്നിൽ പ്രസന്നനായാൽ എൻ്റെ മനസ്സിലെ അന്ധകാരം മാറും. കോടി സൂര്യപ്രകാശത്തോടുകൂടി ജ്ഞാനം എൻ്റെ ഹൃദയത്തെ ദീപ്തമാക്കും. അപ്രകാരം എന്നെയും പ്രകാശമുള്ളവനാക്കി തീർത്താലും ഭഗവാൻ എന്നിൽ പ്രസന്നനാകുകയേ വേണ്ടൂ. അതിനായി ഞാൻ നിതാ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. എന്നിൽ പ്രസാദിക്കണമേ. പശുപതേ മേ സാക്ഷാൽ പ്രസന്നോഭവ എന്നാണ് ശങ്കരഭഗവത്പാദർ പാടുന്നത്. തമോ മണ്ഡലത്തെ ഭേദിച്ച് കണ്ണുകൊണ്ട് കാണാവുന്ന തരത്തിൽ അങ്ങ് എന്നിൽ പ്രകാശം ചൊരിഞ്ഞ് എന്നെ ജ്ഞാനത്തിൻ്റെ ആ ഉത്തുംഗ സോപാനത്തിലേക്ക് ഉയർത്തിയാലുമെന്ന് ശങ്കരഭഗവത്പാദർ ഭഗവാൻ ശിവനോട് താണു വീണ് കേണ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശങ്കരഭഗവത്പാദരെ പോലുള്ള ഒരു മഹാത്മാവ് പോലും തൻ്റെ മനസ്സിലെ അജ്ഞാനത്തെ, അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശിവനോട് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ സാധാരണക്കാരായ നമുക്ക് എത്രമേൽ പ്രാർത്ഥിച്ചാലാണ് ഈ അജ്ഞാനമാകുന്ന അഹങ്കാരം മാറിക്കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിരന്തര പ്രാർത്ഥനയിലൂടെ, ഭക്തിയിലൂടെ, ശിവഭക്തിയിലൂടെ മാത്രമേ കഴിയൂ. അങ്ങനെ അഭിമാനമകറ്റി രക്ഷിക്കാൻ അരുൾമലയെ നീ വസിക്കയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്വമറിഞ്ഞത് ജീവനും മേന്മയെ ചേർക്കാൻ നീ കാത്തിരിക്കലേ. അങ്ങനെ എൻ്റെ ജീവനെ പക്വമാക്കി എന്നെ പിറപ്പിൽ നിന്ന്, ജനിമൃതികളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കില്ലേ. നായ്ക്കൊത്ത് ഹീനനാമെന്നെയും നിന്നോട് ചേർക്കാൻ നീ തിലയിൽ വാഴണം. അങ്ങനെ നായയെപ്പോലെ അത്രയ്ക്ക് നിന്ദ്യമായൊരു ജീവിതം നയിക്കുന്ന എന്നെ നിന്നോട് ചേർക്കാൻ അല്ലയോ ഭഗവാൻ തില്ലയിൽ നിരന്തരം താണ്ഡവമാടുക, നൃത്തമാടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നായയേക്കാൾ നിസ്സാരനാണ് ഞാനെന്ന് മാണിക്യവാചക സ്വയം വിശേഷിപ്പിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അതിവിനയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം കൂടിയാണ്. സാധാരണക്കാരെല്ലാം വളരെ വളരെ അഹംഭാവം നിറഞ്ഞ, അജ്ഞാനം നിറഞ്ഞ
നായയേക്കാൾ പരിതാപകരമായ ജീവിതം നയിക്കുന്ന സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരാണ്. അങ്ങനെ സാധാരണക്കാരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ അഹംഭാവത്തെ, ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായും അല്ലയോ ഭഗവാൻ അങ്ങ് മാറ്റുക. എന്നിട്ട് സ്വരൂപം വെളിപ്പെടുത്തി കൊടുക്കുക. അതാ നോക്കൂ, ഇവിടെ പാകത വന്ന ഭക്തൻ്റെ ഇരുട്ടിനെ മാറ്റാൻ ഗുരുവിൻ്റെ, അതായത് ഈശ്വരൻ്റെ അരുൾ തന്നെ വേണം. പക്വന്മാരായ ആർക്കും തന്നെ ഇപ്രകാരം ഗുരുവരുളും തദ്വാര ആത്മലാഭവും അയജ്ഞ ലളിതമായി സിദ്ധിക്കും. പരിപൂർണ ഭക്വന്മാരായിരുന്ന കാരണം മുക്തി പലർക്കും പെട്ടെന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചിലർ അഗ്നി ചാടി ദേഹം അങ്ങനെയുള്ളവ നശിപ്പിക്കുന്നു. ചിലർ ഈശ്വരനെ എത്തിച്ചേരാൻ വേണ്ടി സ്വയം ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. ശേഷിച്ചവർ ഭൂമിയിൽ വീണ് മരിച്ച് ഭഗവാനെ പ്രാപിക്കുന്നു. പിന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എന്നോടൊത്ത് ഊരിൽ പക്കന്മാർ എപ്പോഴോ നിന്നിൽ വിലയിച്ച് അല്പമെണ്ണം അഗ്നിയിൽ ദേഹം ദയിപ്പിച്ച് അല്പം പേർ ബോധം കെട്ട് ഊഴിയിൽ വീണഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ പതഞ്ജലി അത്ഭുതക്കൂത്തനെ എന്ന് തൊഴുതുകൊണ്ട് ചാഞ്ചല്യം മറ്റ് നിന്ന് ഈശനെ പ്രാപിച്ച് നേടിയല്ലോ നിത്യമുക്തി വേഗം. കൈലാസശോഭ പരത്തും ചിദംബര ദേവാലയത്തിൽ തന്നോടുകൂടി നൃത്തം നടത്തുന്ന ഗൗരിക്കും കാളിക്കും മന്ദസ്മിതത്തെ പൊഴിച്ചുകൊണ്ട് എന്നാഥൻ ഉള്ള ഈശ്വരൻ്റെ ഭക്തരാം ഭൂതഗണങ്ങളോടൊത്ത് ചേർന്ന് ജ്ഞാനം വിഴുങ്ങുന്ന തില്ലയിൽ പുക്കെനിക്ക് ആനന്ദ പേരൊളി തൂകിയിടുന്നു. അപ്പോൾ തില്ലയിൽ നടനമാടുന്ന ശിവഭഗവാൻ എനിക്ക് ജ്ഞാനം വിളങ്ങുന്ന തില്ലയിൽ പുക്കിരിക്കുന്ന ആ ശിവഭഗവാൻ എനിക്ക് ആനന്ദ പേരൊളി തൂകിയിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പതഞ്ജലി മഹർഷിയെ സൂചിപ്പിക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി അത്ഭുതക്കൂത്തനെ തൊഴുതപ്പോൾ തന്നെ ഈശനെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ചിലർ ഈശ്വരനെ എത്ര തൊഴുതിട്ടും പ്രാപിക്കാൻ വരുന്നില്ല. അങ്ങനെ അവർ സ്വന്തം ജീവൻ അഗ്നിയിൽ ഹോമിച്ച് ശിവനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. ചിലർ ഊഴിയിൽ തന്നെ ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ച് അവസാനം ഭഗവാനിൽ ലയിക്കുന്നു. അതേസമയം പതഞ്ജലി മഹർഷിയാകട്ടെ എന്താണ് ചെയ്തത്? അത്ഭുതക്കൂത്തനെ തൊഴുതുകൊണ്ട് നാഥ എന്ന് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഈശനെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷി എത്ര പെട്ടെന്നാണ് ചിദംബരത്ത് ചെന്ന് ഈശനെ തൊഴുത മാത്രമേ തന്നെ ഈശ്വരപാദം പ്രാപിക്കുകയാണ് ചെയ്തത്. നൃത്തം നടത്തുന്ന ഗൗരിക്കും കാളിക്കും മന്ദസ്മിതത്തെ പൊഴിച്ചുകൊണ്ട് എൻ്റെ നാഥൻ ജ്ഞാനം വിളങ്ങുന്ന തില്ലയിൽ പുക്കെനിക്ക് ആനന്ദ പേരൊരുളി തൂക്കിയിടുന്നു. അങ്ങനെ പാർവതി ശിവനോടൊപ്പം നൃത്തം ചെയ്യുന്നതിനാൽ അവളെ സന്തോഷിച്ചും കാളിയെ അല്പം പരിഹസിച്ചും നൃത്തം നടത്തുന്ന അല്ലയോ ഭഗവാൻ അങ്ങ് പുഞ്ചിരി തൂയിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ജ്ഞാനപ്രകാശമേ സ്വരൂപമെന്ന് ആത്മാവിൻ്റെ ദർശനം കിട്ടിയവരെല്ലാം തന്നെ നിത്യാനന്ദനായിത്തീരുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് തില്ലയിൽ ചെന്ന് തൊഴുവുമ്പോൾ, തില്ലയിലെ നടരാജനെ പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനപ്രകാശം തന്നെ സ്വരൂപമെന്ന് ആത്മബോധം തെളിഞ്ഞു കിട്ടുന്നു. അപ്പോൾ തില്ലയിൽ നടനമാടുന്ന ശിവനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മനസ്സിലെ അജ്ഞാനം മുഴുവനും പോയി ജ്ഞാനപ്രകാശം തെളിയുകയും ആ ജ്ഞാനപ്രകാശം തന്നെയാണ് സ്വരൂപം, ആത്മാവിൻ്റെ സ്വരൂപമെന്ന് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ തില്ലയിലെ നടരാജ നൃത്തത്തിൽ ലയിച്ചു ചേരുന്ന എല്ലാവർക്കും തന്നെ അവസാനം ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടി ശിവപാദത്തിൽ ലയിച്ചു ചേരാൻ കഴിയുമെന്നാണ് ഇവിടെ മാണിക്യവാചകർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ തില്ലയിൽ നടനമാടുന്ന ശിവൻ്റെ ആ മഹാ തേജസ് നമ്മിലേക്കും ഒഴുകി ഒഴുകി വരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കി നമ്മുടെ മനസ്സിലുള്ള അഹംഭാവത്തെ പൂർണ്ണമായും നശിപ്പിച്ച് ആ മലങ്ങളെ മുഴുവനും
വേരറുത്തുകൊണ്ട് ഭഗവാൻ തില്ലയിൽ നടനമാടുന്ന ഭഗവാൻ നമുക്ക് ജ്ഞാനപ്രകാശം അരുളുന്നു. ആ ജ്ഞാനപ്രകാശത്തിൽ നമ്മുടെ മനസ്സിലെ ഇരുട്ടാകുന്ന ആ മായയെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടുകയും നാം ശിവസായുജ്യത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള തില്ലയിൽ നടനമാടുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇതോടെ മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ 2-ാം അധ്യായം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തിരുവല്ലം ഭാസ്കരൻ നായരുടെ തർജ്ജിമയാണ് നാം സ്വീകരിച്ചത്. ഇനി ചില ഭാഗങ്ങളിൽ നാം ഉള്ളൂർ എം പരമേശ്വരൻ്റെ തർജ്ജിമയും സ്വീകരിക്കും. അങ്ങനെ 2 തർജ്ജമകളും പരസ്പരം മാറി മാറി സ്വീകരിച്ചുകൊണ്ടാണ് നാം ഇനി മുതൽ മാണിക്യവാചകരുടെ തിരുവാചകത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. ഓം ശിവായ നമഃ.